ഒന്നാമത്തെ ടൂളാണ് ഫൗണ്ടേഷണൽ ഡോക്യുമെന്റ്സ്. ഈ ഫൗണ്ടേഷണൽ ഡോക്യുമെന്റ്സിലുള്ളത് 3 കാര്യങ്ങളാണ്. ബേസിക് ക്ലയൻറ്റ് ഇൻടേക്ക് ഫോം, രണ്ടാമത്തത് കൺസെൻറ്റ് ഫോം, അതിനുശേഷമുള്ളത് കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെൻറ്റ്. ക്ലയൻറ്റ് ഇൻടേക്ക് ഫോം എന്ന് വെച്ചാൽ ബേസിക്കലി ആ ഒരു ഇൻടേക്ക് സെഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യൽ സെഷനിൽ ക്ലയൻറ്റ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് നമുക്ക് കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരുടെ ഡെമോഗ്രഫിക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. ആ ഒരു ബയോ സൈക്കോ സോഷ്യൽ മോഡലിൽ പറയുന്ന ഒരുപാട് ഡീറ്റെയിൽസ് ആ ഒരു ഫസ്റ്റ് സെഷനിൽ നമുക്ക് ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഫോം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആക്കുകയും ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനും നമ്മളെ സഹായിക്കും. പിന്നുള്ളൊരു കാര്യമാണ് കൺസെൻറ്റ് ഫോം. തെറപ്പിയിൽ ഇന്ന കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്, സോ ഇതിലേക്ക് നിങ്ങൾ ഓക്കെ ആണ്, അതിന് അവർ കൺസെൻറ്റ് തരുന്നു എന്നവർ സൈൻ ചെയ്യുന്ന ഒരു ഫോം നമ്മൾ അവരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യണം. പിന്നുള്ളൊരു കാര്യമാണ് കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെൻറ്റ്. തെറപ്പിയിലെ കോൺഫിഡൻഷ്യാലിറ്റി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്? അവരിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും മൂന്നാമതൊരാൾ അറിയാൻ പോകുന്നില്ല. പക്ഷേ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ലീഗലി കോൺഫിഡൻഷ്യാലിറ്റി ബ്രീച്ച് ചെയ്യാൻ നമ്മൾ ബൗണ്ട് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെൻറ്റും നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത് വെക്കണം. ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷണൽ ഡോക്യുമെൻറ്റ് എന്ന് പറയുന്ന ടൂൾസിൽ വരുന്നത്.